എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഡ്രീം ക്യാച്ചർ ആൻഡ് കാലിഷ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വരുന്ന കോട്ടയം ബെൽറ്റ് മൂവിയുടെ കൂടെ ഓണം ആഘോഷിച്ചപ്പം എന്താ സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്ത്? എന്നെ സംബന്ധിച്ച് ആദ്യമത്തെ ഒരു ഓണമാണ് ലൊക്കേഷനിൽ ആഘോഷിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അത് തന്നെ വലിയ സന്തോഷമാണ്. പിന്നെ എല്ലാവരോടും ഒത്ത് നമ്മൾ ഫുൾ ക്രൂ മെമ്പേഴ്സില്ലേ, 140 പേരോളം അടങ്ങുന്ന ഒരു ക്രൂ മെമ്പേഴ്സിൻ്റെ ഫുൾ ടീമിനോട് നമ്മൾ കുറേ നാളായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അവരെല്ലാം കൂടി ഒരു സദ്യയൊക്കെ കഴിച്ച് ഗംഭീരമായിരുന്നു. മൂവിയുടെ ഷൂട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 55% കഴിഞ്ഞു എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് തകൃതിയായിട്ട് ഷൂട്ടിംഗ് നടക്കുന്നത്? എന്താ വിശേഷങ്ങൾ? അതിഗംഭീരമായിട്ട് പോകുന്നു, വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഓണം എന്ന് പറയുമ്പം ഫസ്റ്റ് മനസ്സിലേക്ക് വരുന്ന എന്ത് കാര്യം? സദ്യ. അത് തന്നെ. സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം ഏതാ? അങ്ങനെയൊന്നുമില്ല. അത് കാരണം നമ്മൾ അന്നേരം കഴിക്കുന്ന കുറച്ച് വെജിറ്റേറിയൻ സാധനങ്ങൾ ആ സമയത്ത് മാത്രം കിട്ടുന്നതാണ് ഓണത്തിന്. അപ്പം നമ്മൾ അത്രയും പച്ചക്കറി ഒന്നും നമ്മൾ ഡേ ടു ഡേ കഴിക്കാറില്ലല്ലോ. അപ്പം അതാണ് അതിൻ്റെ യുണീക്നെസ്. യെസ്. എന്താ പടത്തിനെ പറ്റി പറയാനുള്ള? ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണല്ലോ. ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ച് ഒരു ഭയങ്കര എക്സൈറ്റിംഗ് പ്രോജക്റ്റാണ് കോട്ടയം ബെൽറ്റ് എന്ന് പറഞ്ഞ മൂവി. എനിക്ക് വളരെ ആക്സിഡൻ്റലി വന്നു ചേർന്നൊരു പ്രോജക്റ്റാണ്. അതെൻ്റെ ഭാഗ്യമായിട്ട് കരുതുന്നു. മലയാളത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ഇപ്പോൾ ന്യൂ ഫേസസ് ഉണ്ട്. അപ്പം കാസ്റ്റിംഗ് വൈസിലൊക്കെയാണ് ഭയങ്കര വലുപ്പമാണ് സിനിമയ്ക്ക്. അതുപോലെ നമ്മൾ എടുക്കുന്ന വീടുകളാണെങ്കിലും ഉപയോഗിക്കുന്ന വണ്ടികൾ എല്ലാം അത്യാവശ്യം നമ്മൾ റിച്ച്നെസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒത്തുചേർന്ന് വരുന്നുണ്ട്. അത് സിനിമയ്ക്ക് അങ്ങനെ സംഭവിക്കുന്നതാണ്. ഓഡിയൻസിൽ ഒരു ഗംഭീര ട്രീറ്റ് തന്നെ ആയിരിക്കുമല്ലേ കോട്ടയം ബെൽറ്റ്? ആയിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഗംഭീര സിനിമയാകണം. അതൊരു നല്ലൊരു എൻ്റർടൈനറായി മാറണം. ഒരു ഫാമിലി ത്രില്ലറായിരിക്കും. അപ്പം അത് ഗംഭീരമായി തന്നെ വരുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അങ്ങനെ തന്നെ വരും.